ഇന്ന് നമ്മളൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ക്രം കോട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയറാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 1 kg മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. ഇപ്പോൾ സ്പാനിഷ് ആയ കാരണം നമ്മൾ സ്പഞ്ചിൽ ബൂസ്റ്റിൻ്റെ പൗഡർ മിക്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പഞ്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ ബ്ലാക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ച് ടേസ്റ്റിലായാലും വ്യത്യാസം വരും. ചോക്ലേറ്റ് സ്പഞ്ചിലും കുറച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ ഈ ബൂസ്റ്റ് പൊടി ചേർക്കുമ്പോൾ. അതേപോലെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുന്ന ക്രീമിൽ ബൂസ്റ്റും ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബൂസ്റ്റ് പൊടി അത്യാവശ്യം നന്നായി ചേർക്കണം കേട്ടോ. കാരണം ഈ സ്പാനിഷിൻ്റെ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്നിൽ നിൽക്കണം. അപ്പോൾ ആ ഒരു കേക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു സ്പാനിഷിൻ്റെ ഫ്ലേവർ വരിക. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രളയന് അതായത് നട്ട്സും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ നമ്മൾ അത്യാവശ്യം റിച്ച് ആയിട്ട് തന്നെ ഇട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഒരു മെത്തേഡ് തന്നെ നമ്മൾ വീണ്ടും ചെയ്യുക. ക്രീം ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നന്നായി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കേക്കിൽ പുറമേക്ക് കസ്റ്റമൈസേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേക്ക് കൂടുതൽ ഫില്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മൾ സ്പാനിഷിൽ പുറമേക്ക് ചോക്ലേറ്റും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ കസ്റ്റമൈസേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിലും കൂടുതൽ ഫില്ലിങ് ഉള്ളിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു അത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്